ഹലോ മകളെ, വെൽക്കം ബാക്ക് ടു ആർകെറക്സ്. ഇറ്റ്സ് മീ വടക്കൻ. എടാ മകളെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ മാത്തമാറ്റിക്സിന്റെ പേപ്പർ പ്രസന്റേഷൻ നടത്തേണ്ടത് എന്നുള്ളതാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ എഴുതണം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണാൻ ശ്രദ്ധിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യെസ് മകളെ, നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 21st ക്വസ്റ്റ്യൻ, അതായത് 21st ക്വസ്റ്റ്യനിൽ തന്നെ ബി ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ ഷീറ്റിൽ നമ്മൾ ആദ്യം തന്നെ ഒരു മാർജിൻ വരയ്ക്കാം. മാർജിൻ നമ്മൾ വരയ്ക്കണമെന്നില്ല, മാർജിൻ അവിടെ ഉണ്ടാവും. ആ മാർജിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് നമ്മൾ നമ്പർ ഇട്ട് വെക്കുന്നു 21. വളരെ ക്ലിയർ ആയിട്ട് നമ്പർ ഇട്ട് വെക്കാൻ ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ അത് എ ആണോ ബി ആണോ. ഇപ്പൊ എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉള്ള കേസിൽ ഇവിടെ ഇപ്പൊ ബി ക്വസ്റ്റ്യൻ ആണ് ഇതെങ്കിൽ നമ്മളത് ബി എന്നുള്ളത് പ്രത്യേകം എഴുതണം. എ ആണെങ്കിൽ എ എന്ന് എഴുതി വെക്കണം. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, എന്റെ മക്കൾ മാത്തമാറ്റിക്സ് പരീക്ഷ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റാസ് കൃത്യമായിട്ട് എഴുതി വെക്കണം. ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് എന്ന് നോക്കുക. ചിലപ്പോൾ ഒരു സെൻട്രൽ ആംഗിൾ, ഇവിടെ ഒരു സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട്, വലിയ സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടേക്ക് എടുത്ത് എഴുതി വെക്കുന്നു. എക്സ് ഈസ് ഈക്വൽ ടു 216 ഡിഗ്രി. അടുത്തത് ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു 25 ഡിഗ്രി. സ്വാഭാവികമായിട്ടും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഒന്ന് എൽ ആണ്. എൽ കണ്ടുപിടിക്കണം. സബ് ക്വസ്റ്റ്യൻ എയിൽ എൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സബ് ക്വസ്റ്റ്യൻ ബിയിൽ ബേസ് റേഡിയസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ ആർ ആണ്. സ്മോൾ ലെറ്റർ ആർ കണ്ടുപിടിക്കണം. അടുത്തത് വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. വോളിയം കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കും. ഓരോ ഇക്വേഷനും കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഇക്വേഷനൊക്കെ ഒന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ട് ഇപ്പൊ എൽ ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം എൽ ഈസ് ഈക്വൽ ടു ആർ ആണ്. ആർ ഈസ് ഈക്വൽ ടു 25 ഡിഗ്രി ആണ്, 25 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, യൂണിറ്റ്സും കൃത്യമായിട്ട് എഴുതണം കേട്ടോ. 25 സെന്റിമീറ്റർ ആണെന്നൊക്കെ കിട്ടി. ഇത് കൃത്യമായിട്ട് നമ്മൾ ആൻസർ ഇങ്ങോട്ട് എഴുതി വെക്കുന്നു. ഇനി ഇതിന്റെ ആറ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആയിരിക്കും കിട്ടുക. ഓക്കെ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ജസ്റ്റ് ഞാൻ എഴുതി എടുക്കുകയാണ്. ഇനി നമുക്ക് വോളിയം കണ്ടുപിടിക്കുന്നതിന് മുന്നേ എച്ച് കണ്ടുപിടിക്കേണ്ടതുണ്ട്. എച്ച് കണ്ടുപിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ 20 സെന്റിമീറ്റർ കിട്ടും. ഓക്കെ, 20 സെന്റിമീറ്റർ കിട്ടും. അടുത്തതായിട്ട് നിങ്ങൾ വോളിയം കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 1500 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്നൊക്കെ കിട്ടും, ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, ഇത് കറക്റ്റ് ആൻസർ അല്ല കേട്ടോ, സാർ വെറുതെ ആൻസർ കണ്ടുപിടിച്ച് വെച്ചു എന്ന് വിചാരിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത മീൻസ് ഈ പേജിന്റെ താഴോട്ടായിട്ട് മാർജിനോട് അടുപ്പിച്ച് തന്നെ നിങ്ങൾ ചെയ്യണം. മാർജിനോട് അടുപ്പിച്ച് തന്നെ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാർജിൻ ഉണ്ട്. മാർജിനോട് അടുപ്പിച്ച് തന്നെ ഒന്ന് ലാസ്റ്റ് ഓപ്ഷൻ സബ് ക്വസ്റ്റ്യൻ എ, സബ് ക്വസ്റ്റ്യൻ ബി, സബ് ക്വസ്റ്റ്യൻ സി എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ കഴിയുന്ന സ്ഥലത്ത് എന്താണോ നമ്മുടെ സബ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്, സബ് ക്വസ്റ്റ്യൻ 1, 2, 3 അവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണോ സബ് ക്വസ്റ്റ്യൻ 1, 2, 3 എന്നാണ്. അപ്പൊ സബ് ക്വസ്റ്റ്യൻ 1, 2, 3 എന്നുള്ളത് കൃത്യമായിട്ട് 1, 2, 3 1, 2, 3 ഇത് കൃത്യമായിട്ട് നിങ്ങൾ എന്താക്കി വെക്കുക, എടുത്ത് എഴുതി വെക്കുക. സബ് ക്വസ്റ്റ്യൻ 1ൽ ചോദിച്ചിരിക്കുന്നത് സ്ലാൻഡ് ഹൈറ്റ് ആണ്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ച സ്ലാൻഡ് ഹൈറ്റ് 25 ആണ്. അപ്പൊ അത് ഇങ്ങോട്ട് എടുത്ത് എഴുതി വെക്കുക, 25 സെന്റിമീറ്റർ. അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബേസ് റേഡിയസ് ആണ്. ആ ബേസ് റേഡിയസ് നമ്മൾ കൃത്യമായിട്ട് എടുത്ത് എഴുതുന്നു. ബേസ് റേഡിയസ് എത്രയാ? 15 സെന്റിമീറ്റർ. കറക്റ്റ് 15 സെന്റിമീറ്റർ ആയിക്കൊള്ളുന്നില്ല, ഇവൻ അത് എഴുതി എടുക്കുക. അത് ഹൈറ്റ് നമുക്ക് ആവശ്യമുണ്ടോ? ഹൈറ്റ് അവിടെ ഉണ്ടെങ്കിൽ കൂടി നമ്മളോട് സി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്, മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വോളിയമാണ്. അപ്പോൾ വോളിയം നമ്മൾ ഇവിടേക്ക് എടുത്ത് തരുന്നു 1500 പൈ സെന്റിമീറ്റർ ക്യൂബ്. ഇങ്ങനെ കൃത്യമായിട്ട് അവസാനം ആൻസർ എടുത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ചെയ്യുന്ന ടീച്ചേഴ്സിന് അത് ഈസി ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാനും നിങ്ങൾക്ക് മാർക്ക് നൽകാനും സാധിക്കും. ഓക്കെ അല്ലേ? അപ്പൊ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓൾറെഡി ഈ സാധനങ്ങളൊക്കെ ഇതിന് താഴോട്ടായിട്ട് ഏറ്റവും ലാസ്റ്റിലായിട്ട് നിങ്ങൾ എന്താക്കുക, ഇത് മാർജിനോട് അടുപ്പിച്ച് എഴുതി വെക്കാൻ ശ്രമിക്കുക. ദെൻ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് അത് ഒന്ന് ടീച്ചറിന് വാല്യൂ ചെയ്യുന്ന ടീച്ചർക്ക് അതൊന്നും കൂടി ഈസി ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റെപ്പിന്റെ ഇടയിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആൻസറിന്റെ അടുത്ത്, ഇപ്പം ഇവിടുത്തെ സ്റ്റെപ്പിന്റെ ഇടയിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആൻസർ ഇപ്പോൾ 6 കണ്ടുപിടിച്ച് അവിടെ ഒരു 2 ലൈൻ ചെയ്താൽ എച്ച് ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ 2 ലൈൻ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതും നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി, ഈ ക്വസ്റ്റ്യൻ തെറ്റി ഇങ്ങനെ വരയിടുന്നൊരു സിസ്റ്റം ഉണ്ടാവരുത്. ഓക്കെ, നമ്മളിങ്ങനെ കുത്തിവരിട്ട് വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാവരുത്. നമ്മൾ ചെയ്യേണ്ടത് സ്കെയിൽ ഉപയോഗിച്ച്, കൃത്യമായിട്ടൊരു സ്കെയിൽ ഉപയോഗിച്ച് ഒരു ലൈൻ, സിംഗിൾ ലൈൻ മതി, ഒറ്റ ലൈൻ മതി, വെട്ടി കണ്ടതാക്കുന്ന ഒരു ലൈൻ തെറ്റിയാൽ ആ ലൈനിൽ ഒറ്റ ലൈൻ, പരിപാടി കഴിഞ്ഞു. അവിടെ എന്താക്കരുത്, ഇങ്ങനെ കുത്തി വരയ്ക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാവരുത്. അത് വളരെ മോശമാണ്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ലൈനിൽ പരിപാടി തീർക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേപ്പറിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ
പേപ്പർ നോക്കുന്ന ടീച്ചർക്ക് അത്യാവശ്യം നല്ലതുപോലെ നിങ്ങളെ ഇംപ്രസ്ഡ് ആവും. അപ്പൊ എന്റെ മക്കളോട് എനിക്ക് പറയാനുള്ള നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിച്ച് നല്ല രീതിയിൽ പേപ്പറുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ് മക്കളെ. അപ്പൊ നമുക്ക് മാത്സ് എക്സാം കഴിഞ്ഞ് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സെറിൻ വാടകൻ സൈനിങ് ഓഫ് ഫ്രം ആർകെനെക്സ്. ബൈ, സീ യു ലേറ്റർ.